എല്ലാ കഷ്ണങ്ങളും വീട്ടിലുള്ളപ്പോഴേ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കായ ഉണ്ടെങ്കിൽ ചേനുണ്ടാവില്ല, ചേനുണ്ടെങ്കിൽ കിഴങ്ങുണ്ടാവില്ല. ഇനി ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പം മാങ്ങ ഉണ്ടാവില്ല. ഈ മാങ്ങ വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മാങ്ങിട്ട് ഉണ്ടാക്കുന്ന അവിയലാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഓഫ് അവിയലാട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് അവിയലിന് അരിയണ പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കായ, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, ബീൻസ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്. ആദ്യം ഇത്രയും പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു വെജീസൊക്കെ വേവാനുള്ള കുറച്ച് വെള്ളം പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നമ്മളുടെ ഈ ഒരു വെജീസൊക്കെ ഉണ്ടല്ലോ അവ എന്തോ ഉടഞ്ഞ് കുഴ ആ ഒരു പാകത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് വഴറ്റി കൊടുത്തത്. ഇനി നമ്മളുടെ ഈ ഒരു വെജീസൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കേ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ కొంచెం മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. ഞാൻ മറന്നു ഇതാണ് നേരത്തെ ഇടാനായിട്ട്. ഒക്കെ കൂടെ അരയണ്ട, ഒന്ന് അങ്ങനെ ഒതുക്കി എടുത്താൽ മതി. ഇനി ഈ വന്നിരിക്കണം നമ്മളുടെ ഈ ഒരു പച്ചക്കറിയിലോട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഒതുക്കി വെച്ചിരിക്കണം തേങ്ങ ഇട്ട് കൊടുക്കുക. പുറകെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടച്ചു വെക്കിട്ടാ. ഈ ബിരിയാണിക്കൊക്കെ ആവി കയറി വരില്ല, അതേപോലെ നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി വന്നാൽ ആ ഒരു മണം മതി മക്കളെ ചോറിനാനായിട്ട്. ഇനി ചോറും അവിയലും രസവും ഇതാണ് ശരിക്കും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. മീൻ പൊരിച്ചതൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ വെച്ചേ